ഓക്കെ അല്ലേ? ഓക്കെ. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് ഇവിടെ ഡൽഹിയിൽ വന്ന് ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരി, കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി കേരളത്തിൻ്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രധാനമായും NH-66 പ്രവൃത്തികളുടെ ഒരു റിവ്യൂ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. ഇന്നലെ 3 മണിക്കൂറോളം നേരമാണ് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് NH-66 റിവ്യൂ നടത്തിയിട്ടുള്ളത്. ആ റിവ്യൂവിൽ വന്നിട്ടുള്ള പ്രോഗ്രസ്സും അതുപോലെ തന്നെ പുരോഗതി പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇന്ന് ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തിരുന്നു. പൊതുവെ 2025 ഡിസംബറോടുകൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി NH-66 യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഈ പദ്ധതി ഒരു സമയത്ത് ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു, നിങ്ങൾക്കറിയാം. പിന്നീട് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ഭൂമി ഏറ്റെടുക്കലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും അതിന് പണം നൽകേണ്ടതാണ്. പണം നൽകാൻ തയ്യാറായില്ല. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തി. ദേശീയപാത വികസനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നത്. 5580 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. പിന്നെ അതിൻ്റെ പ്രവൃത്തി പുരോഗതി ഈ ഗവൺമെൻറ് 2021 മെയ് 20 അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ടീമായി സൈറ്റുകളിൽ പോയി, ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ പോയി സൈറ്റുകളിലെ പ്രശ്നം, അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് എല്ലാതെയും റിവ്യൂ ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ ഇപ്പോൾ ഇന്നലെ നടത്തിയതുപോലെ തന്നെ ഇടയ്ക്കിടെ നടത്തുന്ന സ്ഥിതിയുമുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പൊതുവെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെങ്ങളിൽ നിന്നും നീലേശ്വരത്തിലേക്കുള്ള പ്രവൃത്തിയുടെ പുരോഗതി 58% കഴിഞ്ഞിരിക്കുകയാണ്. നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ളതിൻ്റെ പ്രവൃത്തി 50% പൂർത്തീകരിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പ് മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ളതിൻ്റെ പ്രവൃത്തി 58% പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ സ്ട്രെച്ചിൻ്റെയാണ് ഞാൻ പറയുന്നത്. അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ളതിൻ്റെ പ്രവൃത്തി 45% പൂർത്തീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ബൈപ്പാസ്, അതായത് വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ 76% പൂർത്തീകരിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ ഇതിന് വലിയ നിലയിലേക്കുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും. ഇപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തുറവൂർ മുതൽ പറവൂർ വരെ ആണ് ഇപ്പോൾ 27% പൂർത്തീകരിച്ചത്. കൊല്ലം ബൈപ്പാസും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി തലപ്പാടി മുതൽ ചങ്ങള വരെ ഞാൻ ഓരോ ഡിലേ ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് 74% പൂർത്തീകരിച്ചു. രാമനാട്ടുകര മുതൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വരെ 80% പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പിരിക്കാട് വരെ 82% പൂർത്തീകരിക്കപ്പെട്ടു.
കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെ 49% പൂർത്തീകരിക്കപ്പെട്ടു. തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ 43% പൂർത്തീകരിക്കപ്പെട്ടു. പറവൂർ മുതൽ കോട്ടുകുളങ്ങര വരെ 44%, കൊല്ലം ബൈപ്പാസ് കടമ്പാട്ടുകോണം വരെ 50%, കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെ 36%. ഇങ്ങനെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏറെക്കുറെ നമുക്ക് 2025 മെയ് മാസം ആകുമ്പോഴേക്കും പൂർത്തീകരിക്കാനാവും. ബാക്കിയുള്ളത് 2025 ഡിസംബറോടുകൂടി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും. എന്തായാലും മുടങ്ങിപ്പോയൊരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് പൊതുവെ ഇന്നത്തെ മീറ്റിങ്ങോടുകൂടി പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നൊരു കാര്യം. ഇതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരും യോജിച്ച് നിന്ന് നടത്തിയ ഒരു എഫേർട്ടാണ് ഇതിൻ്റെ വലിയ വിജയത്തിൻ്റെ കാരണം എന്നുള്ളത് പൊതുവെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്, മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള സംസ്ഥാനം കേരളമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ജനസാന്ദ്രത കൂടുതൽ ഇന്ത്യയിൽ കേരളത്തിലാണ്. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് സംസ്ഥാനത്തെ ജനസാന്ദ്രതയുടെ ശരാശരി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വന്നവരാണ്, ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ വീതിയുള്ള റോഡ് നമ്മുടെ നാട്ടിൽ അത്ര എളുപ്പത്തിൽ പറ്റില്ല. കാരണം റോഡ് വീതി കൂട്ടാനോ പുതിയ റോഡ് ഉണ്ടാക്കാനോ ഭൂമി അവിടെ കിട്ടാനില്ല. എല്ലായിടത്തും വീടുകളാണ്, കെട്ടിടങ്ങളാണ്. അത് പൊളിച്ചു മാറ്റൽ എളുപ്പമല്ല. ഇനി അത് പൊളിച്ചാൽ തന്നെ അവരെ വേറെ സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. അപ്പോൾ വലിയ തുക ഭൂമി ഏറ്റെടുക്കൽ നൽകേണ്ട സ്ഥിതിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാവിയിൽ കേരളം കടുത്ത ഗതാഗത കുരുക്കിന് വിധേയമാകേണ്ട സ്ഥിതി വരും. ജനങ്ങൾ ഗതാഗത കുരുക്ക് അനുഭവിച്ച് വീർപ്പുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ഒരു 20 കൊല്ലം അപ്പുറത്തേക്ക് കണ്ടുകൊണ്ട് ഒരു 2044 വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറേയേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പൊതുവെ വളരെ പോസിറ്റീവായ സമീപനമാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ല നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ അദ്ദേഹം അതേ അർത്ഥത്തിൽ അതേ സ്പിരിറ്റിൽ കാണുകയും അതിനെ പിന്തുണക്കുന്ന ഒരു നിലയും പൊതുവെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ സംസ്ഥാനത്തെ മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ അതിൽ ഭാവിയിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. അതും ഇനി സംസ്ഥാനത്ത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് മുന്നോട്ട് പോകും. പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഗ്രീൻഫീൽഡ് ഹൈവേ NH 966 നാഷണൽ ഹൈവേ 966, ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവൃത്തി പൊതുവെ ഞങ്ങൾ പരിശോധിച്ചു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാണ്. അത് ഇനിയും വേഗത്തിലാക്കാനും അതിൻ്റെ പ്രവൃത്തികൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ജനങ്ങളുമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതും സംസാരിച്ചു പോകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതും നല്ല നിലയിൽ സംസ്ഥാന സർക്കാർ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ നേരത്തെ 8-9 വർഷം മുമ്പോ അല്ലെങ്കിൽ 7 വർഷം മുമ്പോ ഒക്കെ നൽകിയ പദ്ധതികൾ അത് മറ്റു പല കാരണത്താൽ കേന്ദ്ര സർക്കാരിന് സഹായിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. ആ പദ്ധതികളെക്കുറിച്ചും ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായും 7 പദ്ധതികൾ, അത് 7 വർഷം മുമ്പാണ് അതിൻ്റെ DPR തയ്യാറാക്കിയത്. ഇന്ന് അതിൻ്റെ വാല്യൂവിലൊക്കെ മാറ്റം വന്നതുകൊണ്ട് അലൈൻമെൻറ്റിൽ തന്നെ മാറ്റം വരുത്തി മുന്നോട്ട് വെക്കണമെന്നുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചു. 4 വരിയാക്കേണ്ടതാണ്. അതിലൊന്ന് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് മുതൽ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി വരെ, അതായത് വയനാട്ടിലേക്ക് നിങ്ങളൊക്കെ സഞ്ചരിച്ചാണ്. കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക്, വയനാട് ചുരത്തിൻ്റെ അടിയിലാണ് പുതുപ്പാടി. മലാപ്പറമ്പ് കോഴിക്കോട് സിറ്റിയിലാണ്. മലാപ്പറമ്പ് മുതൽ പുതുപ്പാടി വരെ NH 766 4 വരിയാക്കാൻ, 35 കിലോമീറ്റർ 4 വരിയാക്കാൻ ഉള്ള
സംസ്ഥാന സർക്കാരിൻ്റെ പ്രപ്പോസൽ തത്വത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അലൈൻമെൻറ്റിലെ ചേഞ്ചും 7 വർഷം മുമ്പാണ് എന്നുള്ളതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ പുതുപ്പാടി മുതൽ മുത്തങ്ങ വരെ, വയനാട്ടിലെ മുത്തങ്ങ വരെ NH 766 തന്നെ 77 കിലോമീറ്ററാണ്, 77.60. ഇതും പുതിയ അലൈൻമെൻറ്റിലും മറ്റും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം തത്വത്തിൽ അദ്ദേഹം അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ നിന്നും കൊല്ലം അഞ്ചിലിമൂട് NH 183, അത് 62.10 കിലോമീറ്ററാണ്. അതും നവീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ അലൈൻമെൻറ്റ് വെച്ചിട്ടുള്ള പ്രപ്പോസൽ അംഗീകരിക്കാമെന്നുള്ളതും അദ്ദേഹം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം പൊൻകുന്നം NH 183, 30.30 കിലോമീറ്ററാണ്. കോട്ടയത്ത് നിന്നും പൊൻകുന്നം വരെയുള്ള റോഡിൻ്റെ നവീകരണത്തിനും തത്വത്തിൽ അംഗീകാരം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മുണ്ടക്കയം മുതൽ കുമിളി വരെ NH 183, 55.15 കിലോമീറ്ററാണ്. അതും ഈ ലിസ്റ്റിൽ പെടുത്താവുന്നതാണ്. ഭരണിക്കാവ് മുതൽ മുണ്ടക്കയം വരെ NH 183A, 116 കിലോമീറ്റർ, 116.80 കിലോമീറ്റർ. അതും ഈ പട്ടികയിൽ പെടുന്നതാണ്. അടിമാലി മുതൽ കുമിളി വരെ NH 185, 84 കിലോമീറ്റർ. ഇങ്ങനെ ടോട്ടൽ 460 കിലോമീറ്റർ, 7 പദ്ധതികൾ. അതിൻ്റെ അലൈൻമെൻറ്റ് പുതുക്കി 7 കൊല്ലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. അലൈൻമെൻറ്റ് പുതുക്കി ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാമെന്നുള്ളത് പൊതുവെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന ഒരു നില ഈ റോഡുകൾ നവീകരിക്കപ്പെടുന്നതോടുകൂടി വരും. ഇതെല്ലാ നിലയിലും വളരെ പോസിറ്റീവായി അദ്ദേഹം അംഗീകരിച്ചു. മറ്റ് കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. പിന്നെ വേറെ ചില റോഡുകളുടെ കാര്യങ്ങൾ റീകൺസിഡർ ചെയ്യുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒന്നുകൂടി ആലോചിച്ച് അതിൽ നിലപാട് സ്വീകരിച്ച് പോകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു 17 റോഡുകൾ, ഇൻ പ്രിൻസിപ്പളായി 17 റോഡുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ദീർഘവീക്ഷണത്തോടു കൂടി ഉള്ള ഒരു 17 റോഡുകൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനും ഏറെക്കുറെ അംഗീകാരം ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, ഇതിന് പുറമെ ഇതിൻ്റെ കൂടെ അതിൽ നമ്മൾ പോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എയർപോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതും പൊതുവെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഇത് ഒരു 10-20 കൊല്ലത്തേക്ക് കേരളത്തിന് സഹായകരമാകുന്ന പദ്ധതികളാണ്. മുഖ്യമന്ത്രി അത് മുന്നോട്ട് വെച്ചത് വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ മറ്റ് ചില പദ്ധതികൾ ഞാനത് വളരെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, മുന്നോട്ട് വെക്കാൻ തയ്യാറായിട്ടുണ്ട്. പുനലൂർ ബൈപ്പാസ് NH 744 നമുക്കറിയാം. ശബരിമല തീർത്ഥാടകരൊക്കെ ഏറെ വരുന്ന, ഏകദേശം പുനലൂർ ടൗണിൽ 1 ലക്ഷത്തിലധികം വാഹനങ്ങൾ കടക്കുന്ന ടൗണാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? പ്രത്യേകിച്ച് മകരജ്യോതി ഘട്ടങ്ങളിലൊക്കെ ആയിട്ടുള്ള വലിയ തിരക്കാണ് പുനലൂർ, നിങ്ങൾക്കൊക്കെ അറിയാം. അതിന് ഞങ്ങളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും പോസിറ്റീവായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഭാവിയിൽ അത് പരിഹരിച്ച് പോകാനാകും. 2 എയർപോർട്ടുകളിലേക്കുള്ള കണക്ടിവിറ്റി റോഡ്, ആ കണക്ടിവിറ്റി റോഡ് രണ്ടും ഏറെക്കുറെ അദ്ദേഹം തത്വത്തിൽ അംഗീകരിച്ചു. ഒന്ന് കോഴിക്കോടാണ്. കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്കറിയാം, കോഴിക്കോട് എയർപോർട്ടിലേക്ക് കോഴിക്കോട് ബൈപ്പാസിൽ നിന്നും പുതുതായിട്ട് NH 66 ഭാഗമായിട്ടുള്ള ബൈപ്പാസിൽ നിന്നും പോകുന്ന റോഡുണ്ട്. കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും ആ റോഡ് മലപ്പുറം ജില്ലയിലേക്ക് ആണ് കിടക്കേണ്ടത്. വീതി കുറവാണ്. ദീർഘകാലത്തെ ആഗ്രഹമാണ്, നാടിൻ്റെ ആഗ്രഹമാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിൽ ആ റോഡ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, നാഷണൽ ഹൈവേ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ ചെലവും കാര്യങ്ങളും പരിശോധിച്ചു. അതോടൊപ്പം അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു എലിവേറ്റഡ് ഹൈവേയുടെ കാര്യം കൂടി അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 9.5 കിലോമീറ്ററാണ് വരുന്നത്. രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് 9.5 കിലോമീറ്ററാണ് വരുന്നത്. അവിടെ ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഭാഗത്താണ്. ഇപ്പുറത്തെ ഭാഗത്ത് NH 66 പക്ഷേ ജനങ്ങൾ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഈ NH 66 ഭാഗമായുള്ള കാലിക്കറ്റ് ബൈപ്പാസിൽ നിന്നും രാമനാട്ടുകര എത്തി 2 വരിയിലൂടെ സഞ്ചരിക്കണം. അവിടെ ഭയങ്കര ഗതാഗത കുരുക്കാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ എലിവേറ്റഡ് ഹൈവേ എന്നുള്ള ഞങ്ങളുടെ ഒരു ആശയം അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനവും ഇന്നത്തെ മീറ്റിങ്ങിൽ കൈക്കൊണ്ടു. ഇനി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിലേക്കും നാഷണൽ ഹൈവേയിൽ നിന്നുമുള്ള റോഡിൻ്റെ പ്രപ്പോസലും കണക്ടിവിറ്റിയും പൊതുവെ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. NH-66 നിന്നും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഏറ്റവും അടുത്ത ഭാഗം ഏകദേശം 31 കിലോമീറ്ററാണ്. ആ 31 കിലോമീറ്റർ വരുന്ന ഇപ്പോൾ നല്ല നിലയിൽ ആളുകളുള്ള കണ്ണൂർ എയർപോർട്ടിൻ്റെ ഭാഗവും പരിശോധിക്കാൻ ഉള്ള തീരുമാനം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചില ഇടങ്ങളിൽ NH-66 പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചിലയിടത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതും വളരെ പോസിറ്റീവായി എടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ചർച്ച ചെയ്ത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് പൊതുവെ ആലോചിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ അവിടെ കുറച്ച് കാലങ്ങളായിട്ടൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസുമായിട്ടാണ് ബന്ധപ്പെട്ട സമരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു അണ്ടർപാസ് അവിടെ വേണ്ടതിൻ്റെ ആവശ്യകത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അത് എങ്ങനെയെങ്കിലും അവിടെ ഒരു വഴി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയോട് പറഞ്ഞിട്ടുണ്ട്. അതും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം അദ്ദേഹം സ്വീകരിച്ചു. അതിൽ നിലപാടുകൾ കൈക്കൊള്ളാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതും ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്കുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവനന്തപുരം തലക്കോട് നിന്നുമുള്ള ക്ലോവർ ലീഫ് കണക്ഷൻ അതിൻ്റെ കാര്യവും ചർച്ച ചെയ്തിട്ടുണ്ട്. അതും പൊതുവെ സ്വീകരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ പോസിറ്റീവായി അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രപ്പോസലുകൾ നേരത്തെ നൽകിയതുണ്ട്, ഇനി നൽകാനുള്ളതുണ്ട്, അലൈൻമെൻറ്റ് മാറ്റി നൽകേണ്ടതുണ്ട്, നിലവിൽ വർക്ക് നടക്കുന്നതിൻ്റെ കാര്യങ്ങളിലെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ പൊതുവെ അനുകൂല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനമാണെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ ദേശീയപാത വികസനത്തിനും മറ്റെല്ലാ കേന്ദ്ര പദ്ധതിക്കും എല്ലാ എഫേർട്ടും എടുത്ത് എല്ലാ കോർഡിനേഷൻ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പൊതുവെ യോഗത്തിൽ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയും മറ്റുള്ളവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം, ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നമ്മുടെ സംസ്ഥാനത്തിന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിനൊക്കെ തന്നെ വളരെ അനുകൂലമാണ്. ഇത് കേരളത്തിൻ്റെ വികസനത്തിന് ഏറെ ഗുണകരമായി ഇന്നത്തെ ഈ കൂടിക്കാഴ്ച മാറിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഷണൽ ഹൈവേ 66 പ്രധാന പ്രശ്നം ഈ എടുത്തു വന്നത് ഈ മണ്ണും അതിനനുബന്ധമായ സാധനങ്ങൾ കിട്ടുന്നില്ല, അതിന് അനുമതി വൈകുന്നു എന്നുള്ളതാണ്. അത് മിനിസ്റ്ററുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽ വന്നതാണ്. അത് ഈ വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ പ്രശ്നം അതിലുണ്ടോ? അത് പരിഹാരം ഉണ്ടാവും? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇന്നലെ ഞങ്ങളിത് 3 മണിക്കൂർ നേരെ ഇരുന്ന് ചർച്ച ചെയ്തു. 3 മണിക്കൂർ കേരളത്തിലെ എല്ലാ ജില്ലാ കലക്ടർമാരും, അതായത് ഈ നാഷണൽ ഹൈവേ പോകുന്ന ജില്ലയിലെ എല്ലാ ജില്ലാ കലക്ടർമാരും, ചീഫ് സെക്രട്ടറി, മറ്റ് PWD സെക്രട്ടറി, മറ്റ് പ്ലാനിങ് മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഡയറക്ടർ, അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സസിൻ്റെ ഹെഡ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സമയമെടുത്ത് പറഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ പ്രത്യേകം ഞങ്ങളെടുത്ത നിലപാടിനെ പൊതുവെ അഭിനന്ദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് പരിഹരിച്ചു പോകാൻ പറ്റും. ഒന്നുകൂടി വേഗതയിൽ NH-66 പ്രവൃത്തി നമുക്ക് നടത്താനും പറ്റും. അതുപോലെ 460 കിലോമീറ്റർ 7 പദ്ധതികളായി നടപ്പിലാക്കുമ്പോൾ എത്ര ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും? അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് ഞാൻ തരാം. അത് DPR അതിൻ്റെ മുഴുവൻ വിവരം തരാം. സ്ഥലം ഏറ്റെടുക്കൽ എത്ര വേണം, ഓരോ പദ്ധതിക്കും എത്ര വേണ്ടി വരും, അതെ, അത് നമ്മൾ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ ഫൈനലൈസേഷൻ കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് തരാം. അത് കൃത്യമായി തരാവുന്നതാണ്. ഏത് ഞാൻ ഇപ്പോൾ വായിച്ചല്ലോ. അതെ അതെ, അത് പൂർത്തിയാകുന്ന വർക്കുകൾ ഇപ്പോൾ ഒരു സ്ട്രെച്ചിൽ തന്നെ ചില ഭാഗങ്ങൾ പൂർത്തീകരിച്ച് അപ്പം തുറന്നു കൊടുക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് എടുത്താൽ ബൈപ്പാസിൽ ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ അപ്പം അത് തുറന്നു കൊടുക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അപ്പം തുറന്നു കൊടുക്കും. ഒരു സ്ട്രെച്ച് കഴിഞ്ഞാൽ അപ്പം തുറന്നു കൊടുക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ മെയ് മാസത്തോടെ പൂർത്തീകരിക്കാനാവും. അതെ, അതിൻ്റെ വിശദമായ റിപ്പോർട്ട് തരാം. വിശദമായ അതെ 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 ഇപ്പം കംപ്ലീറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. കംപ്ലീറ്റ് ചെയ്തത് നീലേശ്വരം ROB ഏകദേശം
1 കിലോമീറ്ററിന് അടുത്തുണ്ട്, അത് പൂർത്തീകരിച്ചു. തലശ്ശേരി മാഹി ബൈപ്പാസ് 18.5 കിലോമീറ്റർ പൂർത്തീകരിച്ചു. 6 ലൈൻ പാലോളിയൻ മൂരാട് പാലം 2.1 കിലോമീറ്റർ പൂർത്തീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ 4 ലൈൻ ഫ്ലൈ ഓവർ ഫ്രം കഴക്കൂട്ടം ടു ടെക്നോ പാർക്ക് 2.72 കിലോമീറ്റർ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ 4 ലൈനിങ് ഓഫ് കഴക്കൂട്ടം മുക്കോള സെക്ഷൻ 25 കിലോമീറ്റർ പൂർത്തീകരിച്ചു. പിന്നെ 4 ലൈനിങ് ഓഫ് മുക്കോള അതുപോലെ തന്നെ തമിഴ്നാട് ബോർഡർ 16.20 കിലോമീറ്റർ പൂർത്തീകരിച്ചു. പിന്നെ ഉള്ളത് ഓൺ ഗോയിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാർച്ചിൽ പൂർത്തീകരിക്കുന്നത്. വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് ഉണ്ടല്ലോ, അതെ. അതുമായി ബന്ധപ്പെട്ടത്. ആ അത് ആദ്യത്തെ വിജ്ഞാപനം മുടങ്ങി, അത് മിനിസ്റ്റർ അറിയാമല്ലോ, അത് ആളുകൾ ബുദ്ധിമുട്ടി. ഇപ്പോൾ പുതിയ വിജ്ഞാപനം ഇറക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു സ്റ്റാറ്റസ്? എന്താണ് അതിപ്പോൾ നമ്മളിപ്പോൾ അപ്രൂവൽ ഇപ്പോൾ തൊട്ട ദിവസം കൊടുത്തു കൊടുത്തു. ആ അത് കഴിഞ്ഞ തവണയും കൊടുത്ത് ഇടയ്ക്ക് മുടങ്ങിപ്പോയതാണ്. അല്ല, അത് ഇതായല്ലോ, വിഷയം ചർച്ച ചെയ്ത് കൊടുത്തു, പരിഹരിച്ചു. ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ സംസ്ഥാനവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കേന്ദ്രത്തിന് ചില അഭിപ്രായങ്ങളുണ്ട്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കലും ഇതിൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംസ്ഥാനം പൈസ കൊടുക്കാതെയാണ് വെറുതെ പറഞ്ഞാന്നൊക്കെ. 5580 കോടി റുപ്യ എണ്ണി കൊടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി തന്നെ പാർലമെൻറ്റ് പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേശീയപാത വികസനത്തിനൊരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നത്. NH-66 മാത്രമല്ല, വേറെ 2-3 പദ്ധതിക്കും നമ്മൾ ആ നിലയിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും പദ്ധതികൾ ഏറെ വരികയാണ്. ആ ഏറെ വരുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് പറയാനുള്ള കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ പറഞ്ഞു. ഫൈനലായ ആ കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. ദേശീയ പാതാ വികസനത്തിന് ഏതൊരു സംസ്ഥാനത്തെയും പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകി ആ പാത വികസിപ്പിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് ഒരു പൗരൻ്റെ അവകാശമാണല്ലോ. നമുക്ക് പൂർണ്ണമായിട്ടും സെൻട്രൽ ഫണ്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് ഫണ്ട് ഓരോന്നിനും നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളത് സംസ്ഥാനത്തെ മന്ത്രിസഭ കൂടി യോഗം ചേർന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അതിലിപ്പോൾ GST ഒഴിവാക്കേണ്ട, സ്റ്റേറ്റിൻ്റെ GST ഒഴിവാക്കേണ്ട കാര്യം, റോയൽറ്റി ഒഴിവാക്കേണ്ട കാര്യം, ഇതൊക്കെ ചിലത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഫൈനലൈസ് ചെയ്ത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. എന്തായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി എന്നുള്ളത് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനെയൊരു നിലപാടെടുത്തുകൊണ്ടാണ്. ആ നിലപാട് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ മുടങ്ങിപ്പോയ പദ്ധതി പിന്നീട് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. അപ്പോൾ അതിൽ LDF സർക്കാർ എടുത്തിട്ടുള്ള സമീപനമാണ് ഈ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാകാൻ കാരണമെന്നുള്ളതൊരു വസ്തുതയാണ്. അല്ല, കേരളത്തിൽ ഭൂമിക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വില കൂടുതലാണ്. നമുക്കറിയാം, നമുക്ക് ഭൂമി കിട്ടാനില്ലല്ലോ. ഈ മറ്റിപ്പോൾ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ കിട്ടുന്നത് പോലെ ഭൂമി കേരളത്തിൽ അത്ര എളുപ്പത്തിൽ കിട്ടില്ല. അത്ര തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റാണ്. അപ്പോൾ അതിൻ്റെ ചില വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എല്ലാ നിലയിലും ഈ നികുതി അടക്കുകയും നല്ല നിലയിൽ നികുതി പിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. ആ നിലയിൽ നമുക്ക് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമുക്ക് ലഭിക്കേണ്ട പദ്ധതികൾ അത്രത്തോളം ലഭിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അതിപ്പോൾ റോഡ് പദ്ധതി മാത്രമല്ല, ഏതും എടുത്താൽ നമുക്കറിയാം. ഇപ്പോൾ റെയിലെടുത്താൽ അറിയാം. ഇപ്പോൾ ഇന്നലെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ച് വന്ന നമ്മുടെ ഒരു ട്രെയിനിൻ്റെ ഒരു പ്രയാസം നമ്മൾ കണ്ടല്ലോ. ഇന്നലെ വന്ദേ ഭാരതിൻ്റെ ഒരു സ്ഥിതി കണ്ടല്ലോ. അതിനു മുമ്പ് നമ്മൾ ജനശതാബ്ദിയുടെ ട്രെയിനിനകത്ത് ചോർച്ച വലിയ നിലയിൽ ചർച്ച ചെയ്താണല്ലോ. ശരിക്കും അപ്പുറത്തെ സ്റ്റേറ്റുകൾ, നിങ്ങളിപ്പോൾ പല ഇതിൻ്റെ അടുത്തുള്ള സ്റ്റേറ്റിലൊക്കെ യാത്ര ചെയ്യുന്നില്ലേ, അവിടെയൊക്കെയുള്ള ട്രെയിനും നല്ല ബോഗികളും നല്ല ട്രെയിനും കിട്ടുമ്പോൾ നമുക്ക് ഉള്ള ട്രെയിനിൻ്റെ ബോഗി തന്നെ അപകടമാണ് എന്ന് മാത്രമല്ല, പുതിയ ട്രെയിൻ കിട്ടാത്ത പ്രശ്നമാണെന്ന്. ചില ട്രെയിൻ കയറണങ്ങളിൽ ടെറ്റനസിൻ്റെ സൂചി അരയിൽ വെക്കേണ്ട സ്ഥിതിയാണ്. അതും കൂടി കയ്യിൽ ശേഖരിച്ചു പോകേണ്ട സ്ഥിതിയാണ്. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ, റോഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വളരെ പോസിറ്റീവായ സമീപനം എടുക്കുന്നതെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. നിങ്ങൾ 4 മണിക്കൂർ ഇത് അവലോകനം ചെയ്തു, 3 മണിക്കൂർ. പക്ഷേ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിൻ്റെ കരാറുകാരുടെ അലംഭാവം ഇതൊക്കെ ഉണ്ട്. ഇതിനെങ്ങനെയാണ് നിങ്ങൾ? അതൊക്കെ ഇന്നലെ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ തുടർച്ചയായ പരിശോധനകൾ കൊണ്ടാണ് ഇത് കുറേ കുറക്കാൻ പറ്റിയത്. പരിശോധനകളില്ലെങ്കിൽ എന്താ സ്ഥിതി? ഇതൊന്നും നടക്കില്ല. ഒക്കെ ഓഫീസ് മുറിയിൽ ഇരുന്ന് പരിശോധിച്ചാൽ മാത്രം പോരാ, ഫീൽഡിൽ പോകണം. ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഫീൽഡിൽ
നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ വരികയാണ്. ചില നാട്ടിലുള്ള ജനങ്ങൾ ചില പ്രശ്നം ശ്രദ്ധയപ്പെടുത്തും, അല്ലെങ്കിൽ ചില വർക്ക് സ്ലോ ആണെങ്കിൽ കാണാൻ പറ്റും. ചില സ്ഥലത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നവർ നമ്പർ വേണ്ടത്ര ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ചിലയിടത്ത് എക്യുപ്മെൻറ്റ്സ് മെഷീൻ ഉൾപ്പെടെ വേണ്ടത്ര ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഫീൽഡിൽ കൂടി പോകണം. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഒരു 2-3 റൗണ്ട് പോയി കഴിഞ്ഞു. യോഗങ്ങൾ 100 കണക്കിന് യോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഇനിയും ഇത് നടത്തിപ്പോകും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇങ്ങനെ ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയില്ലേ, വേറെ ചില സ്റ്റേറ്റിൽ ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ NH66 കേരളത്തിൽ അതിവേഗം നടക്കും. നമുക്കൊരു മാസം 4% ഇൻക്രീസ് വരുത്താൻ ചിലയിടങ്ങളിൽ പറ്റുന്നുണ്ട്. അത് ഇനിയും കൂട്ടണം. അപ്പോൾ അത് നമ്മുടെ ഈ കോർഡിനേഷനാണ്. അതുകൊണ്ട് കുറേ പ്രശ്നം പരിഹരിക്കാൻ പറ്റി. അതെ, കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. സ്ട്രെച്ച് വൈസ് റിവ്യൂ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ സ്ട്രെച്ചിൻ്റെയും റിവ്യൂ നടത്തുന്നുണ്ട്. ഡിസ്ട്രിക്റ്റ് വൈസ് റിവ്യൂ നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് വൈഡ് റിവ്യൂ നടത്തുന്നുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞ് വെച്ചാൽ മതി അല്ലേ, ഇപ്പോൾ വേണ്ട. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. റോഡ് വീതി കൂട്ടാൻ മരങ്ങൾ മുറിച്ച് മാറ്റണം. അത് സംസ്ഥാനത്തെ വനം വകുപ്പാണ് വേഗത്തിൽ ചെയ്യേണ്ടത്. വൈദ്യുതി ലൈൻ, വൈദ്യുതി പോസ്റ്റ് മാറ്റണം. സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പാണ് വേഗത്തിൽ ചെയ്യേണ്ടത്. ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് ചെയ്യേണ്ടത്. പ്രാദേശിക പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ചെയ്യേണ്ടത്. മെറ്റീരിയലുകളുടെ ആവശ്യകത, മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉയർത്തിപ്പെട്ട അത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പാണ് ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പാണ്. ഇതിൻ്റെ പ്രവൃത്തി, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. ആ കോർഡിനേഷൻ വളരെ പ്രോപ്പറാണ്. ഇപ്പോൾ ഇന്നലത്തെ യോഗം എന്ന് പറഞ്ഞാൽ തൊട്ടുകൊണ്ടുള്ള പരിശോധനയാണ്. ഇങ്ങനെ ഇടയ്ക്കിടെ നടത്തുന്നുണ്ട്. കൊല്ലത്തിലൊരു യോഗമല്ല, 6 മാസത്തിലൊരു യോഗമല്ല, 3 മാസത്തിലും 2 മാസത്തിലും ഒക്കെ മുഖ്യമന്ത്രി ഒന്ന് യോഗം നടത്തുകയാണ്. ഇതൊരു പുതുമ നിറഞ്ഞ കാര്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറേ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നത്, പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്കത് മുന്നോട്ട് നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റുന്നു. ഗഡ്കരി തന്നെ രാജ്യസഭയിൽ പറഞ്ഞത് ഈ നിർമ്മാണ സാമഗ്രികളുടെ അടക്കമുള്ള ST വേവ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ഈക്വൽ എമൗണ്ടിന്റെ ഈ ഭൂമി ഏറ്റെടുക്കലിന്റെ തുക NHI വഹിക്കാൻ ഒരു ഫോർമുല 2 പ്രോജക്ട്സിൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രോജക്ട്സ് ഞങ്ങൾ അതൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്തുകൊണ്ട് അതിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകാന്നുള്ളതാണ്. അതെ, അല്ല ബാക്കി ഞങ്ങൾ മൊത്തത്തിലുള്ള കാര്യങ്ങളെ ഒരു ഡിസ്കഷൻ നടത്തേണ്ടതുണ്ട്. അത് വളരെ നേരത്തെ ഉള്ളത്. എറണാകുളം ബൈപ്പാസും കൊല്ലം ചെങ്കോട്ടയാണ് പറഞ്ഞത്. മൊത്തത്തിലുള്ളത് ഞങ്ങളും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം ക്യാബിനറ്റ് കൂടി. അതെ 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 നേരത്തെ പറഞ്ഞു. ബാക്കിയുള്ളത് നമുക്ക് ഇല്ല 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 അല്ല അതൊന്ന് ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്തിട്ട് അല്ല അതിപ്പോൾ NH66 നമ്മൾ 25% എടുത്തല്ലോ. കഴിഞ്ഞു. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യുന്നതാണ്. ബാക്കി സ്ഥിരമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ക്യാബിനറ്റ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. ആ പ്രശ്നം ഉൾപ്പെടെ പ്രവൃത്തിയിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. എല്ലായിടത്തും ജില്ലാ അതെ അതെ സോയിൽ നെയിലിംഗ് ടെക്നോളജി ഉൾപ്പെടെ ചിലയിടങ്ങളിലെ ചില പ്രശ്നങ്ങളുണ്ട്. അത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ മോണിറ്റർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അല്ല NH66 അല്ല ചില വിഷയങ്ങൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്നതാണ്. അതൊക്കെ വേഗത്തിൽ ചെയ്യാം. അത് അതെ അതെ അത് കേസാണ്, ആർബിട്രേഷൻ കേസ്. അതിന് ഒരു തരത്തിലും സമയക്കുറവുണ്ടാവില്ല. അത് ടൈംലി ആ കാര്യങ്ങൾ അത് കളക്ടർമാർ തന്നെ ഇടപെട്ട് കൈകാര്യം ചെയ്യും. അതെ അതെ അതിന് പ്രത്യേകം തന്നെ കളക്ടർമാർ. അതെ 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 അത് അല്ല റെയിൽവേൻ്റെ പൊതുവായിട്ട് പറയാം. ഞാനിപ്പോൾ ഈ ഒരു പ്രത്യേക കാര്യം പറയാം, നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കും.
നെഞ്ചത്ത് കൈവച്ച ഒരു പരിശോധനയിൽ നടത്തണം. നമ്മുടെ സംസ്ഥാനത്തോട് കടുത്ത അവഗണനയാണ്. നമുക്ക് പുതിയ ട്രെയിൻ കിട്ടുന്നില്ല. ഏറ്റവും അധികം റെയിൽവേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നൊരു സംസ്ഥാനമാണ്, ജനസംഖ്യ കുറഞ്ഞ ഒരു സംസ്ഥാനമായിട്ടും കേരളം. എന്നിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള പുതിയ ട്രെയിൻ കിട്ടുന്നുണ്ടോ? ഇനി കിട്ടുന്ന ട്രെയിനിൻ്റെ സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചോരുന്നതും പല സ്ഥിതിയുണ്ടല്ലോ. ട്രെയിനിലിരിക്കണമെങ്കിൽ കുട പിടിച്ചിരിക്കേണ്ട സ്ഥിതിയാണ് ചില ട്രെയിനിൽ. ചില സ്ഥലത്ത് ഞാൻ പറഞ്ഞു ടെറ്റനസിൻ്റെ സൂചി കൊണ്ടുപോകണം. എന്നാൽ പല സംസ്ഥാനങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെ കൊടുക്കേണ്ടതെന്നല്ല, അവിടെയും കൊടുക്കണം. എന്നാൽ അതിൻ്റെ ഒരംശമെങ്കിലും കേരളത്തിന് കിട്ടണ്ടേ? അപ്പോൾ കടുത്ത അവഗണന ആ മേഖലയിൽ നമ്മുടെ സംസ്ഥാനം നേരിടുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. വസ്തുതയായി തന്നെ നമ്മൾ പറയണമല്ലോ. അപ്പോൾ അത് പരിഹരിക്കണം. അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് നേരത്തെ പറഞ്ഞാണ്. മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എന്തായാലും ഒരു കാര്യം ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ ഈ ജനസാന്ദ്രതയും വാഹനപ്പെരുപ്പവും ഒരു വലിയ പ്രശ്നമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വന്ദേ ഭാരത് വന്നതോടുകൂടി ആളുകൾക്ക് സിൽവർ ലൈനിനോടും സ്പീഡ് ട്രെയിനോടും ഉള്ള താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം വേഗത്തിൽ എത്താൻ പറ്റുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ലാതെ ബുദ്ധിമുട്ടല്ലേ. എങ്ങനെ നമ്മൾ ഭാവിയിൽ മുന്നോട്ട് പോകും നമ്മൾ ആലോചിക്കണ്ടേ? എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? വീട്ടിൽ വാഹനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? സ്വകാര്യ വാഹനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? വാഹനം മുന്നോട്ട് പോകണ്ടേ? തൊട്ട മുമ്പിൽ വേറെ വണ്ടി ഉണ്ടാവില്ല, അതിന് മുമ്പിൽ വേറെ വണ്ടി ഉണ്ടാവില്ല. നീങ്ങാൻ പറ്റുമോ? നീങ്ങാൻ പറ്റാത്ത സ്ഥിതി വരും. ഇങ്ങനെ ഈ നിലയിലേക്ക് കേരളം പോകുമ്പോൾ അതിനൊരു പരിഹാരം വേണ്ടേ? ആ പരിഹാരമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇന്നലെ ലോക്സഭയിൽ ബ്ലാക്ക് സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ച, ഇന്നത്തെ ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ? അതെ, അത് ഇല്ല. അതിനുമായി ഓൺഗോയിങ് വർക്കിൻ്റെ കാര്യം നടന്നു. ഇത് പ്രത്യേകിച്ച് കാര്യം ഡിസ്കഷനിൽ വന്നിട്ടില്ല. മിനിസ്റ്ററെ, ഇതോട് ബന്ധിച്ചില്ല. കാരണം സംസ്ഥാനത്തിന്റെ പാത പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്, യാത്ര ദുഷ്കരമാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഏതൊരു റോഡുകൾ പോയാലും ഇടവഴി റോഡുകളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളതാണ്. അതിനെക്കുറിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയോ? ആ, നിങ്ങൾ പറഞ്ഞേ പറ്റുന്ന നേരത്തെ നിങ്ങൾ യാഥാർത്ഥ്യം പറഞ്ഞത്. അങ്ങനെ അഭിപ്രായമില്ല. പൊതുവെ കേരളത്തിലെ റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. എന്നാൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പരിശോധിക്കാം, അത് പരിശോധിച്ച് പോകാം. കേരളത്തിലെ പൊതുവെ റോഡുകൾ നല്ല റോഡുകളാണ്. നല്ല റോഡുകളെക്കുറിച്ച് പറയാൻ പൊതുവെ ആളുകൾക്ക് മടിയാണ്. എവിടെയെങ്കിലും കുഴപ്പമുള്ള വിഷയങ്ങളാണെങ്കിലും പറയാം. എങ്ങനെയാണ് കുഴപ്പം വരുന്നത് നമ്മൾ പരിശോധിക്കണ്ടേ? സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ട്, സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങളുണ്ട്. സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം എന്താ? റോഡ് നിർമ്മാണത്തിൽ തെറ്റായ പ്രവണത പാടില്ല. റോഡ് നിർമ്മാണത്തിൽ തെറ്റായ പ്രവണത കാരണമാണ് പല സംസ്ഥാനങ്ങളിലെയും റോഡുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലും മുമ്പ് 2016 മുമ്പ് ചില പ്രശ്നങ്ങളുണ്ടായത് റോഡ് നിർമ്മാണത്തിലെ തെറ്റായ പ്രവണതയാണ്. നമ്മൾ ചെലവഴിക്കാൻ കൊടുക്കുന്ന തുക മുഴുവൻ ചെലവഴിക്കപ്പെടുന്നില്ല, സുതാര്യത ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ പറ്റും. അതിനെന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്? ഒന്ന്, സുതാര്യത ഉറപ്പുവരുത്താൻ നീലയും പച്ചയും ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേരളത്തിൽ വന്നവർ. പുതിയ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര കാലം ആ റോഡിൻ്റെ പരിപാലന കാലാവധി ഉണ്ട് എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തി അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ച് പച്ച ബോർഡ് വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റും. അങ്ങനെ ഒരു ബോർഡ് വെച്ചോടുകൂടി റോഡ് നിർമ്മിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. എന്തെങ്കിലും തെറ്റായ രീതി ഉണ്ടെങ്കിൽ നാട്ടുകാരെ തന്നെ ചോദ്യം ചെയ്യുന്ന സ്ഥിതി വരും. പിന്നെ ഒരു പരിപാലന കാലാവധി കഴിഞ്ഞ പുതിയ റോഡ് ഒരു കൊല്ലത്തേക്ക് മുൻകൂട്ടി കോൺട്രാക്റ്റ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനം, റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം, നീല ബോർഡ് വെച്ച് അതും വന്നു. അവിടെയും ജനങ്ങൾക്ക് അറിയാം ഏതൊരു കൊല്ലത്തേക്കാണ് കരാർ, ഇന്ന കരാറുകാരനാണ്, പേരുണ്ട്, ഫോൺ നമ്പറുണ്ട്, ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറുണ്ട്. സുതാര്യത ഉറപ്പുവരുത്തുന്നു. പിന്നെ കരാറുകാരിലും ഉദ്യോഗസ്ഥരിലും ഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു ചെറു ന്യൂനപക്ഷം എല്ലാ മേഖലയിലുള്ളതുപോലെ തന്നെ ഈ മേഖലയിലും തെറ്റായ പ്രവണതകളുടെ പിടിയിൽപ്പെടുന്നവരാണ്. അവരോട് സർക്കാരിൻ്റെ സമീപനം എന്താണ്? അവരോട് സർക്കാർ എന്തെങ്കിലും നിലയിൽ സന്ധി ചെയ്യുന്നുണ്ടോ? അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അവരോട് സന്ധി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എണ്ണം കൂടും. അവരോട് സന്ധി ചെയ്യുന്ന ഒരു സർക്കാരാണെങ്കിൽ തെറ്റായ പ്രവണതയുടെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണം കൂടുകയല്ല കുറയുന്നത്. എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് നടപടിയെടുത്തിട്ടുണ്ട്. ടെർമിനേറ്റ് ചെയ്തവരുടെ എണ്ണം കൂട്ടമായി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്, ജീവനക്കാരെ നടപടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ എണ്ണം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ 2016 LDF സർക്കാർ വന്നതിന് ശേഷം ഇതുവരെയുള്ള എണ്ണം പരിശോധിച്ചാൽ തെറ്റായ പ്രവണതക്ക് ഒരു സാധ്യതയുമില്ല.
ഒരു തരത്തിലും സർക്കാർ അതിനോട് സന്ധി ചെയ്യില്ല എന്നുള്ള നിലപാടാണ് ഈ രണ്ട് ഗവൺമെൻറ്റുകൾ എടുത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ ചെയ്യുന്നു, സുതാര്യത ഉറപ്പുവരുത്തുന്നു. പിന്നെ സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കാത്തൊരു പ്രശ്നമുണ്ട്, കാലാവസ്ഥയാണ്. മഴ നിങ്ങൾക്കൊക്കെ അറിയാലോ, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഈ ഡൽഹിയിൽ തന്നെ മഴ പെയ്താൽ ഇവിടുത്തെ പല റോഡിൻ്റെ സ്ഥിതി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടില്ല. ആ മഴ പെയ്യുന്ന വിഷയത്തിനും പരിഹാരം കാണാൻ ഞങ്ങൾ ഇടപെടും. അയ്യോ മഴ, കാലാവസ്ഥ മോശമാണെന്ന് നിലവിളിച്ച് കരയും, എല്ലാം കാലാവസ്ഥയെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ഒന്ന്, ഡ്രെയിനേജുകൾ, ഡിസൈൻ റോഡുകൾ വേണം. ഡിസൈൻ റോഡുകളും ഡ്രെയിനേജുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒഴുകുന്ന ഈ മഴവെള്ളം കുത്തിയൊലിച്ച് പോകാൻ വേണ്ടി പറ്റും. അത് പലയിടത്തും ഇല്ല. അത് പരിഹരിക്കാൻ ഡിസൈൻ റോഡുകൾ കൊണ്ടുവരുന്നു, ഡ്രെയിനേജ് സംവിധാനം കൊണ്ടുവരുന്നു, എല്ലാ കേബിളുകളും ഡക്റ്റുകളിലൂടെ ഇട്ടുകൊണ്ട് പറ്റുന്ന റോഡ്. അപ്പോൾ ഈ കുടിവെള്ളത്തിന് വേണ്ടി റോഡ് കുത്തിപ്പൊളിക്കേണ്ട പ്രശ്നം വരുന്നില്ല. പഴയ റോഡൊക്കെ ഇപ്പോൾ കുത്തിപ്പൊളിക്കുക. പുതിയ റോഡ് നിർമ്മാണം ഒന്നും പുതിയ റോഡുകളിൽ കുടിവെള്ളത്തിന് വേണ്ടി കുത്തിപ്പൊളിക്കേണ്ട. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതോടൊപ്പം കാലാവസ്ഥയെ ഇങ്ങനെയൊക്കെ ചെറുക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ കാലാവസ്ഥയിൽ റോഡുകൾ നിർമ്മിക്കാൻ പറ്റുക? മഴയത്ത് റോഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. മഴയത്തൊരു ടാറിങ് നടന്നാൽ നിങ്ങൾ തന്നെ വെറുതെ വിടൂലല്ലോ, ക്യാമറയിലൊക്കെ എടുക്കൂലേ, ചെയ്യാം. അപ്പോൾ മഴയത്തും കേരളത്തിന് പറ്റിയ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള റോഡ് നിർമ്മാണം എങ്ങനെ പറ്റുമെന്നുള്ളതിന് അന്തർദേശീയ തലത്തിലുള്ള വിദഗ്ധരെ കൊണ്ടുവന്ന് ഞങ്ങൾ പല കാര്യങ്ങളും പഠിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമവും നടത്തും. ഇതൊക്കെയല്ലേ ഒരു സർക്കാരും ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സ്മാർട്ട് റോഡുകൾ നിങ്ങൾ എടുത്തു നോക്കും. ആ സ്മാർട്ട് റോഡുകൾ എല്ലാ സൗകര്യമുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പ്രശ്നം എന്താ? നല്ലൊരു റോഡ് ടാർ ചെയ്യുന്നു, നവീകരിക്കുന്നു. പുതിയ റോഡെല്ലാം പറഞ്ഞത്, പഴയ ഒരു റോഡ് ടാർ ചെയ്ത് സെറ്റാക്കി വെക്കുന്നു. ഉടനെ കുടിവെള്ളത്തിന് വേണ്ടി അത് കീറുന്നു അല്ലേ, നമ്മൾ ചർച്ച ചെയ്യുന്നല്ലേ. അത് പിന്നെ വലിയ കുഴപ്പത്തിലേക്ക്. ഇപ്പോൾ പുതിയ റോഡുകൾ എടുത്തു നോക്ക്. പുതുതായി നിർമ്മിക്കുന്ന റോഡുകളിലൊക്കെ തന്നെ ഡിസൈൻ റോഡുകളാണ്. ഇന്ത്യയിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പിൽ ഒരു ഡിസൈൻ പോളിസി നയം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഡിസൈൻഡ് റോഡുകൾ, ഡക്റ്റുകൾ, എല്ലാ കേബിളുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പുതുതായിട്ട് വരുന്നത്. പക്ഷേ പഴയ കുഴയ റോഡുണ്ട്. പണ്ട് കാളവണ്ടി പോയ ഇടവഴികളാണ് പിന്നെ വീതി കൂട്ടി റോഡായി മാറിയത്. അവിടെ നേരത്തെ കുടിവെള്ളത്തിന് വേണ്ടി പൈപ്പ് വെച്ച ഭാഗം റോഡ് വീതി കൂട്ടുമ്പോൾ ആ പൈപ്പ് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. റോഡിനെ വീതി കൂടുന്നുള്ളൂ, പൈപ്പ് നടുവിലാവും. നേരത്തെ റോഡിൻ്റെ അറ്റത്തുണ്ടായിരുന്ന പൈപ്പ് റോഡിൻ്റെ നടുവിലാവും. വാഹനം പോകുന്നു, പൈപ്പ് പൊട്ടുന്നു, വെള്ളം ഇതാവുന്നു, റോഡ് തകരുന്നു. ഇതല്ലേ പ്രശ്നം. അപ്പോൾ കൃത്യമായി നല്ല വീതിയും നല്ല ഡക്റ്റും ആ ഡക്റ്റിലെല്ലാ കേബിളും ഒക്കെ വെക്കാൻ പറ്റിയ റോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാം. അതാണ് സർക്കാർ ചെയ്യുന്നത്. പിന്നെ തെറ്റായ ഒരു പ്രവണതയും ഈ സർക്കാരിൻ്റെ കാലത്ത് നടക്കില്ല. അതെല്ലാവർക്കും അറിയാം. ഒരു പ്രവണതയും നടക്കില്ല. ഒരു പുതിയ പദ്ധതി വന്നാൽ കാലണ കമ്മീഷൻ വാങ്ങുന്ന സർക്കാരല്ല LDF സർക്കാർ. ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേക തീരുമാനം കൈക്കൊള്ളുന്ന സർക്കാരല്ല. ഇതൊക്കെ ആർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതാണ് ഈ ഗവൺമെൻറ് ചെയ്യാൻ സാധ്യമാകുന്ന കാര്യമാണ് ഈ 8 വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണം പൊതുവേ ഈ മേഖലയിൽ കാണാനുണ്ട്. ഇപ്പോൾ ടീകോമിനെ ഒഴിവാക്കുന്നതും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ശ്രമിക്കുന്നതും അഴിമതിയും ദുരൂഹതയാണെന്നാണ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. ആ വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് അടിസ്ഥാനരഹിതമാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. വേറെ ചില വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് അടിസ്ഥാനരഹിതമാണ്. അത് ബന്ധപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ അതിൽ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏത് അല്ല, അത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. ഞാൻ